بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا صاحب الوقت يخطب بكم نيابة عنكم وأضع جبهتي تحت قدميكم ബഹുമാനികളെ, കൊണ്ടോട്ടി കള്ളത്വരീഖത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. എല്ലാ കള്ളത്വരീഖത്തിൻ്റെയും അടിസ്ഥാനപരമായ പ്രശ്നം കിടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമം അഥവാ ശരീഅത്തുൽ ഇസ്ലാമിനെ പച്ചയായി അവഗണിക്കലാണ് ഏത് കള്ളത്വരീഖത്തിൻ്റെയും അടിസ്ഥാനപരമായ പ്രശ്നം. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സൂഫിയാക്കൾ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു, കള്ളത്വരീഖത്തിൻ്റെ കക്ഷികളെ തിരിച്ചറിയാനുള്ള വഴി ശരീഅത്തുണ്ടോ ഇല്ല എന്ന് നോക്കലാണ്. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ വാക്കായി ഇമാം മുഹമ്മദ് സറൂഖ് തങ്ങൾ തൻ്റെ ഖവായിദ് ത്വരീഖിൽ വിവരിച്ചതായി കാണാൻ കഴിയും. എന്താണത്? ഇയ്യാക്കും മുതാബഅത്ത് മല്ലൻ യകുൻ ഹാദിഹിൽ ഔസ്വാഫ്. അള്ളാഹുവിൻ്റെ മശായിഖന്മാരുടെ വിവരണം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഈ വിവരിച്ച വിവരണങ്ങളൊന്നും ഇല്ലാത്തവരെ ഒരിക്കലും നീ ഷെയ്ഖായിട്ട് അംഗീകരിക്കരുത്. ഫഇന്നഹു മിൻ ജുനൂദി ശൈത്വാൻ. കാരണം അവൻ പിശാചിൻ്റെ സൈന്യത്തിൽപ്പെട്ടവരാണ്, ശൈത്വാന്മാരാണവർ. അതുകൊണ്ട് വഅ്തബിർ അഫ്ആലഹു വഅഖ്വാലഹു വഅഫ്കാറഹു വഅഹ്വാലഹു. അവരുടെ വാക്ക്, പ്രവൃത്തി, അവരുടെ ചെയ്തികൾ ഇതെല്ലാം നീ നിരീക്ഷിക്കണം. വസിൻഹാ ബിമീസാനി ശരീഅ വത്വരീഖ. അത് ശരീഅത്തിൻ്റെ അളവുകോലുകൊണ്ട് അതിനെ അളക്കണം. അപ്പൊ ശരീഅത്തിന്റെ നിയമങ്ങൾക്കെതിരാണോ അവർ ചെയ്യുന്നത്? അവർ കള്ളത്വരീഖത്തിന്റെ ആളുകളാണ്. ഫഇൻ റഅയ്ത ശൈഖൻ മുഖാലിഫൻ ലഹുമാ. ഈ ശരീഅത്തിനും ത്വരീഖത്തിനും ഇവിടെ മഹാന്മാർ ഇമാമുകൾ പഠിപ്പിച്ചതിനെതിരാണ് അവർ ചെയ്യുന്നതെങ്കിലോ ഫർദഹു, അവനെ നീ തള്ളണം. ഫഇൻ കാന സ്വഹിബു ഹാലിൻ സ്വഹീഹിൻ ഫമാ അലൈക ബിറദ്ദി ബിഹുക്മി ശർഇ. അതുകൊണ്ട് ശർഇന്റെ ഹുക്മനുസരിച്ച് അവരെ തള്ളിയതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാനില്ല. ഫലാ തത്തഖിദുഹു ശൈഖ. അത്തരക്കാരെ ശൈഖായി സ്വീകരിക്കാനും പാടില്ല. ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്. എന്നാൽ ഇത് തന്നെയാണ് കൊണ്ടോട്ടി കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ ഇവിടെ രംഗപ്രവേശനം ചെയ്തപ്പോൾ അന്നത്തെ മശായിഖന്മാരും ഔലിയാക്കളും മഹാന്മാരായ പണ്ഡിതന്മാരും ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ ശരീഅത്തിന്റെ മീസാൻ കൊണ്ട് ഇവരെ അളന്നു. ആ അളന്നതുകൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ടു, ഇവൻ പറ്റില്ല, ഇവർ കള്ളത്വരീഖത്തിന്റെ ആളുകളാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ വായിച്ച പൊന്നാനിയും മഖ്ദൂമും പൊന്നാനിയും എന്ന ബൃഹത്തായ ഗ്രന്ഥം ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയാണ് ഇത് എഴുതിയത്. അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് തന്നെ നമ്മുടെ മലബാറിൻ്റെ ചരിത്ര പഠനത്തിലാണ്. ചരിത്ര പഠനത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് വാങ്ങിയ അദ്ദേഹം തൻ്റെ ഗവേഷണ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതി വെക്കുകയാണ്. അതിൻ്റെ 374 പേജിൽ കാണാം. എന്താണ്? സയ്യിദ് ജിഫിരി മുഹമ്മദ് ഷായുടെ ത്വരീഖത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും അതേക്കുറിച്ച് പുറപ്പെടുവിച്ച മതവിധികളുമാണ് കൊണ്ടോട്ടി പൊന്നായി കൈത്തർക്കം മലബാറിലാകെ കത്തിപ്പടരാൻ ഇടയായത്. ഈ കള്ളന്മാർക്കെതിരെ ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനായ ഷെയ്ഖ് ജിഫ്രി തങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. അത് വെറുതെ സ്വീകരിച്ചതല്ല, ഇവരെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം ശരീഅത്തിന്റെ മീസാനുകൊണ്ട് ഇവരെ അളന്നതിന് ശേഷമാണ്. സയ്യിദ് ജിഫ്രി നേരത്തെ തന്നെ കൊണ്ടോട്ടിയിലെ ഫഖീറിനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ മതപരമായ വ്യതിയാനങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. കണ്ടോ? അപ്പൊ ഷെയ്ഖ് ജിഫ്രി തങ്ങൾ വെറുതെ അങ്ങോട്ട് എതിർക്കുകയായിരുന്നില്ല. ഈ കൊണ്ടോട്ടിയിലെ ഈ വ്യാജന്മാരെ നേരിട്ട് പോയി കണ്ട് അവരിലുള്ള മതപരമായ പ്രശ്നങ്ങളും വ്യതിചലനങ്ങളും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഷെയ്ഖ് ജിഫ്രി തങ്ങൾ അവർക്കെതിരെ നിലപാടെടുക്കുന്നത്. എന്നിട്ട് എഴുതുകയാണ്, തൻ്റെ ഗ്രന്ഥമായ കൻസുൽ ബറാഹീനിൽ കൊണ്ടോട്ടി ഫഖീർ ഒരു കപട സൂഫിയാണെന്നും അദ്ദേഹം ജനങ്ങളെ വഴിതെറ്റിക്കുകയാണെന്നും നിസ്കാരം, ഹജ്ജ് എന്നിവ നിരുത്സാഹപ്പെടുത്തുകയാണെന്നും സ്ത്രീ പുരുഷ ഇടകലർച്ചയുണ്ടാക്കിയിട്ടുണ്ടെന്നും ജിഫ്രി ആരോപിച്ചു. കണ്ടോ? അപ്പോ വളരെ വ്യക്തമായി ഇവരെ ഈ
കൊണ്ടോട്ടിയിലെ കള്ളത്വരീഖത്തിന്റെ കക്ഷികളെ നേരിട്ട് കണ്ട് അവരിലുള്ള പ്രശ്നങ്ങൾ വളരെ കൃത്യമായിട്ട് വിവരിച്ചതിന്, അത് ബോധ്യപ്പെട്ടതിന് ശേഷം ശരീഅത്തിന്റെ അളവുകോലുകൊണ്ട് അളന്നതിന് ശേഷമാണ് അവരെ തള്ളിക്കളഞ്ഞത്. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പഠിപ്പിച്ചതുപോലെ അവരെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഈ കക്ഷികൾക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. എന്തായിരുന്നു അവരുടെ ആശയപരമായ പ്രശ്നങ്ങൾ? ഇതേ ഗ്രന്ഥത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ടത് എഴുതി വെക്കുന്നുണ്ട്. എന്താണത്? അവരുടെ കള്ളത്വരീഖത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഇതേ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ആ ഗ്രന്ഥത്തിൽ ഞാൻ വായിക്കാം. വെളിയങ്കോട് ഉമർ ഖാസി സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുന്നത് മതപരിത്യാഗവും ശിർക്കും മഹാപാപവുമാണെന്ന് വിശദീകരിച്ചുകൊണ്ട് കവിത എഴുതി. ഉമർ ഖാസി തങ്ങളുടെ ആ കവിത മുഴുവനും ഈ ഗ്രന്ഥത്തിലുണ്ട്. ഞാനത് പിന്നീട് വായിക്കുന്നുണ്ട്. അപ്പോ ഈ കൊണ്ടോട്ടിയിലെ കള്ളശൈഖന്മാര് മുരീദന്മാരോട് ഈ കള്ളശൈഖന്മാർക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, സുജൂദ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനയാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സുജൂദ് ചെയ്യാൻ അനുമതി നൽകിയിട്ടില്ല. എന്നാൽ ഈ കൊണ്ടോട്ടിയിലെ കള്ളന്മാര് വന്നിട്ട് അത് ശരീഅത്തിന്റെ നിയമമാണ്, ഞങ്ങൾ ത്വരീഖത്ത് വേറെയാണ് എന്ന് പറഞ്ഞ് ആ കള്ളന്മാരായ ശൈഖന്മാർക്ക് അവരുടെ മുരീദന്മാര് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. പച്ചയായ ശിർക്ക് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ തന്റെ ഖസീദയിലൂടെ ആ തോന്നിവാസത്തിനെതിരെ നിലപാടെടുത്തു. മഖ്ദൂം വലിയ ബാവ അതിൽ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത്, മാരിഫത്ത് എന്നീ 4 തട്ടിൽ നിന്നുള്ള വ്യാഖ്യാന പ്രകാരവും സുജൂദ് നിഷിദ്ധമാണെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാൻ ബഹുമാനപ്പെട്ട മഖ്ദൂം വലിയ ബാവ മുസ്ലിയാർ ബഹുമാനപ്പെട്ടവരെ ഈ സുജൂദ് ഏത് നിലക്ക് നോക്കിയാലും പറ്റൂല എന്ന് പറഞ്ഞു. ശരീഅത്ത് പ്രകാരവും പറ്റൂല, ത്വരീഖത്ത് പ്രകാരവും പറ്റൂല, ഹഖീഖത്ത് പ്രകാരവും പറ്റൂല, മാരിഫത്ത് പ്രകാരവും പറ്റില്ല, ഒരു നിലക്കും പറ്റുകയില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇതിന് ഉപോത്ബലകമായി 50 സൂഫി ത്വരീഖത്തുകളെ അദ്ദേഹം ഉദ്ധരിക്കുകയും അവയിലൊന്നും സുജൂദിന് അനുവദിക്കുന്നില്ലെന്ന് തെളിയിക്കുകയും ചെയ്തു. എന്താണ്? ശരിയായ ഔലിയാക്കളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഈ കള്ളന്മാരെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ശരിയായ ഔലിയാക്കളാണ്. 50 ത്വരീഖത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് ഇതിലൊന്നും സുജൂദ് പറയുന്നില്ല എന്ന് കൃത്യമായിട്ട് വിശദീകരിച്ചു. എന്നിട്ട് പറയട്ടെ, കൊണ്ടോട്ടി ത്വരീഖത്തുകാർക്കെതിരെ മരക്കാരകത്ത് അവുക്കോയ മുസ്ലിയാർ ഫത്വ പുറപ്പെടുവിച്ചു. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള പ്രവാചകന്മാരുടെ കാലത്ത് മനുഷ്യനെ നമിക്കുന്നത് അനുവദിച്ചിരുന്നുവെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനത്തോടെ സമ്പൂർണമായ ദീനുൽ ഇസ്ലാമിൽ എല്ലാ തരത്തിലുള്ള സുജൂദുകളും സൃഷ്ടികൾക്ക് ചെയ്യുന്നത് നിഷിദ്ധമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. വളരെ കൃത്യമായി മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും മാരിഫത്തും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, സൃഷ്ടിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഒരു വകുപ്പില്ല. എന്നാൽ സുജൂദ് ചെയ്യണം എന്ന് കൽപ്പിച്ചവരാണ് കൊണ്ടോട്ടിയിലെ ഈ കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ. അതുകൊണ്ട് തന്നെ അന്നത്തെ എല്ലാ ഔലിയാക്കളും എല്ലാ മശായിഖന്മാരും ഇവർക്കെതിരെ അതിശക്തമായി രംഗത്ത് വരികയാണ്. പറയട്ടെ, തുടരുകയാണ്. സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുന്നു എന്ന ഗുരുതരമായ പ്രശ്നത്തിന് പുറമെ മറ്റു ചില ആരോപണങ്ങളും കൊണ്ടോട്ടിക്കൈക്കാർക്കെതിരെ നിലനിന്നിരുന്നു. ഇവര് സുജൂദ് മാത്രമല്ല ഇവരുടെ പ്രശ്നം, അല്ലാതെയും ദീനുൽ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ആരോപണങ്ങൾ ഇന്നുമുണ്ടല്ലോ. കുറെ കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ ദീനുൽ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത തരത്തിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാ പറയുന്നത്. അല്ലാഹു തആല മഹാന്മാർക്ക് നൽകുന്ന കഴിവ് മൊബൈൽ ഫോൺ കൊടുക്കും പോലെയാണെന്നുള്ള മൊബൈൽ വാദം ഉന്നയിച്ചു. അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ CM വലിയുല്ലാഹി തങ്ങളുടെ പേരിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ ഇന്നും പറഞ്ഞു നടക്കുന്നു. അതുപോലെ തന്നെയാണ് കൊണ്ടോട്ടിയിലെ ആ കള്ളശൈഖന്മാര് ധാരാളം പുത്തൻവാദങ്ങൾ നടത്തിയിരുന്നു. എന്നിട്ട് എന്നാണ് സ്ത്രീ പുരുഷ സങ്കലനം, ആണും പെണ്ണും ഇടകലരുന്നത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥനകളിൽ നിന്നും വിട്ടുനിൽക്കുക, നിസ്കാരം, നോമ്പ് തുടങ്ങിയിട്ടുള്ള ഇബാദത്തൊന്നും ചെയ്യൂല, കാരണം അത് ഞങ്ങൾക്ക് ആ ഇബാദത്തൊന്നും ആവശ്യമില്ല എന്ന് പറയും ചിലപ്പോൾ. അതല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന തടിയല്ല, ഞങ്ങൾ വേറെ തടി അത് ഹറമിലുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കും. എന്നിട്ട് ഇബാദത്ത് ചെയ്യാതെ ആളുകളെ വഞ്ചിക്കും.
ലഹരി ഉപയോഗിക്കുക, കഞ്ചാവ് അടിച്ച് നടക്കും. അതുപോലെ നിരവധി പ്രശ്നങ്ങൾ എണ്ണുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ അതിശക്തമായി അന്നത്തെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി എതിർക്കുകയുണ്ടായി. കൃത്യമായ പ്രാമാണികമായ ഖണ്ഡനം നൽകി. എന്നിട്ട് പറയാണ്, ഇതിന്റെ 379 പേജിൽ പറയാം, ഫഖീറിനെതിരെയുള്ള പൊന്നാനിക്കൈക്കാരുടെ വിമർശനം പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ പിൻബലത്തോടെയായിരുന്നു. മഹാന്മാരായ പൊന്നാനി മഖ്ദൂമുമാർ ഈ കള്ളത്വരീഖത്തിനെതിരെ വെറുതെ അങ്ങ് സംസാരിച്ചതല്ല, ഇസ്ലാമിക പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു. അൽ ഫുതൂഹുൽ വഹാബ്, ഫതുഹുൽ മുഈൻ, മുർഷിദുൽ തുല്ലാബ്, ഫതുഹുൽ ജവാദ്, മഹല്ലി, ഫതുഹുൽ മുഈൻ, മുഹ്താജ്, ഫതുഹുർ റഹ്മാൻ, ഫുതുഹാത്തുൽ മക്കിയ, മഅദിനുൽ യവാഖീത്ത്, അസ്റാറുൽ ഇലാഹിയ, അഖീദത്തുൽ അഹ്ലിൽ ഹഖ്, ഇഹ്യാ ഉലൂമുദ്ദീൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങൾ അവലംബിച്ചു. അപ്പൊ ഈ ഗ്രന്ഥങ്ങളൊക്കെ അവലംബിച്ചുകൊണ്ടാണ് ഈ കള്ളത്വരീഖത്തിനെതിരെ മഹാന്മാരായ പണ്ഡിതന്മാര് നിലപാട് സ്വീകരിച്ചത്. ഇവയുടെ പിൻബലത്തിലാണ് ഫഖീർ തന്റെ സ്വയംകൃത വിശ്വാസങ്ങൾ കാരണം നിഷേധിയും പരിത്യാഗിയും ദൈവനിഷേധിയും റാഫിലി തീവ്ര ഷിയാ വിഭാഗവുമാണെന്ന് പണ്ഡിതന്മാർ വിധി എഴുതിയത്, വിധി തീർപ്പുണ്ടാക്കിയത്. അപ്പൊ വെറുതെ അങ്ങ് ഇവരെ റാഫിലിയാക്കളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദുകളാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇവരുടെ പുത്തനാശയങ്ങളും ഇവരുടെ തെറിച്ച വിശ്വാസങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടാണ് അന്നത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ ഇവർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയവരാണെന്ന് പറഞ്ഞത്. എന്നിട്ട് പറയുന്നു, നാദാപുരം മുഹമ്മദ് മുസ്ലിയാർ ഫഖീറിനെ ഖുതുബുൽ ഹഷീഷ് എന്ന് വിളിച്ചപ്പോൾ കോഴിക്കോട് കുഞ്ഞാമുട്ടി ഹാജി ഫഖീറിനെ പേരിട്ടത് ഫറോവയുടെ സഹയാത്രികൻ എന്നാണ്. എങ്ങനെയുണ്ട്? ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് ഈ കള്ളത്വരീഖത്തുകാരെ, ഈ കൊണ്ടോട്ടിയിലെ ഈ വ്യാജന്മാരെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എങ്ങനെയായിരുന്നു അതിനെ കൈകാര്യം ചെയ്തിരുന്നത് എന്നതിന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നാദാപുരം മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം ഈ കൊണ്ടോട്ടിയിലെ ഈ വ്യാജ ശൈഖായ ഫഖീറിനെ അദ്ദേഹം വിളിച്ചിരുന്നത് ഖുതുബുൽ ഹഷീഷ് എന്നായിരുന്നു. ഹഷീഷ് എന്ന് പറയുന്ന ഒരു ലഹരി വസ്തു എപ്പോഴും ഇദ്ദേഹം ഉപയോഗിക്കും, എപ്പോഴും ഇദ്ദേഹം മൂഡിലായിരിക്കും, താനീ കഞ്ചാവായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ കഞ്ചാവ് അടിച്ചിട്ട് ഞാൻ ഖുതുബാണ്, ഷെയ്ഖാണ്, മുർഷിദാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ദീന് പഠിച്ച പണ്ഡിതന്മാര് പറയും അവൻ കഞ്ചാവിന്റെ ഖുതുബാണ് എന്ന് പറയുമായിരുന്നു. ബഹുമാനപ്പെട്ട കോഴിക്കോട് കുഞ്ഞാമുട്ടി ഹാജി ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഫറോവയുടെ സഹയാത്രികൻ എന്നാണ്. ഈ തരത്തിൽ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കുകയും അവരെ വിശ്വാസത്തിൽ നിന്നും പുറകോട്ട് നടത്തിപ്പിക്കുകയും ചെയ്തത് ഫറോവയാണ്, ആ ഫറോവയുടെ സഹയാത്രികനാണ്. എന്നിട്ട് പറയുന്നു, സയ്യിദ് അലവി തങ്ങളും മുമ്പുറം ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് ബഹുമാനപ്പെട്ടവരെ ഫഖീറും അനുയായികളും റാഫിദികൾ അനുവർത്തിക്കാറുള്ള ചില വിചിത്ര ആചാരങ്ങൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഉപ്പാപ്പ ഇവരുടെ ഷിയാ വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുകയും ഫത്വ നൽകുകയും ചെയ്തിട്ടുണ്ട്. റാഫിദുകൾ മുഹമ്മദ് നബിയുടെയും അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും എന്നീ ഖലീഫമാരുടെയും രൂപങ്ങൾ ഉണ്ടാക്കും, അതിലൊരു ദ്വാരമുണ്ടാക്കി അതിലേക്ക് തേനൊഴിക്കും, എന്നിട്ട് ഹസ്രത്ത് അലിയിൽ നിന്നും പ്രവാചക പദവി തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തെയും ഖിലാഫത്ത് കവർന്നെടുത്തു എന്ന് ആരോപിച്ച് ഖലീഫമാരുടെ രൂപത്തെയും പുലഭ്യം പറയും. ഇതാണ് റാഫിദിയത്ത് ചെയ്യുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയും. എന്തായിരുന്നു ന്യായം? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിലേക്കാണ് യഥാർത്ഥത്തിൽ നബുവത്ത് പോവേണ്ടിയിരുന്നത്, അത് റസൂലുള്ള തട്ടിയെടുത്തു എന്ന ഏറ്റവും വൃത്തികെട്ട വാദം പറയുന്ന റാഫിദിയത്ത്. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അലി റളിയല്ലാഹു അൻഹുവിന് ഖിലാഫത്ത് കൊടുക്കാതെ തട്ടിയെടുത്തവരാണെന്ന് പറഞ്ഞ് അവരെ ചീത്ത പറയും. ഇങ്ങനത്തെ ഒരു കക്ഷികളാണ്, ആ കക്ഷികളാണ് ഇവർ എന്ന് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഉപ്പാപ്പയടക്കമുള്ള മഹാന്മാര് പറഞ്ഞിരുന്നു. ഫത്താവ റദ്ദ് കൊണ്ടോട്ടി കൈയെഴുത്തു പ്രതിയിൽ നിന്നും, അഥവാ ഈ ഫത്വയടക്കം മമ്പുറം തങ്ങൾ ഉപ്പാപ്പയുടെ ഫത്വയടക്കം കൊണ്ടോട്ടിയിൽ അതിന്റെ ശരിയായ കൈയെഴുത്ത് പ്രതി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്ന് ഇദ്ദേഹം ഈ ഗവേഷണ പ്രബന്ധത്തിൽ പറയുകയാണ്. അപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഈ തരത്തിൽ എല്ലാ തരത്തിലും ഇസ്ലാമിക വിരുദ്ധമായ, ശരീഅത്ത് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത ഈ കക്ഷികളെ അന്നത്തെ പണ്ഡിത ലോകം ശരിക്ക് കൈകാര്യം ചെയ്തു. അവരെ
അവർ പിഴച്ചവരാണെന്ന് പറഞ്ഞു നിർത്തിയില്ല, അവർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ കാഫിറുകളാണെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. റാഫിളിയാക്കളാണെന്നാണ് മമ്പുറന്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞത്. അത് എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ അടക്കം വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ആ നിലപാടിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതേതാ ഗ്രന്ഥം? ഇത് കൊണ്ടോട്ടി ചരിത്രം സംസ്കാരം എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ചരിത്രം പറയേണ്ടത് ചരിത്രം പഠിച്ചവരാണ്, ചരിത്രത്തിൽ ഗവേഷണം നൽകി ഡോക്ടറേറ്റ് എടുത്തവരും അതുപോലെ ചരിത്ര ഗവേഷകരുമാണ് ചരിത്രം പറയേണ്ടത്. അതുപോലെ ആ കള്ളത്വരീഖത്തിനെ നേരിട്ട് അനുഭവിച്ച സമകാലികരായ ഷെയ്ഖ് ജിഫ്രി തങ്ങളും ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ പാപ്പയും അനുഭവിച്ചവരെ ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി തങ്ങളടക്കമുള്ള വിദേശ പണ്ഡിതന്മാർക്ക് കത്തെഴുതി അറിയിച്ച് അവരുടെ മറുപടികളും അതൊക്കെ സമകാലികരാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടത് ചരിത്രം കൃത്യമായിട്ട് ഗവേഷണം ചെയ്ത് പഠനം നടത്തിയ ചരിത്ര പണ്ഡിതരാണ്. അങ്ങനെ ചരിത്ര പഠനം നടത്തിയ നിരവധി ഗ്രന്ഥങ്ങൾ നേരത്തെ ഒന്ന് ഞാൻ വായിച്ചു. മറ്റൊന്നാണ് കൊണ്ടോട്ടി ചരിത്രം സംസ്കാരം എന്ന് പറയുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൽ പറയുന്നു, വിശദമായിട്ട് പറയുകയാണ്, കൊണ്ടോട്ടി പൊന്നാനി കൈതർക്കം രൂക്ഷമായി ഷെയ്ഖ് ഇഷ്തിയാഖ് ഷാഹ് നടപ്പിലാക്കിയ നൂതന ആചാരങ്ങളും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി നേടിയെടുത്ത പ്രശസ്തിയും സാംസ്കാരിക രംഗത്തുള്ള നാടിന്റെ മുന്നേറ്റവും കൊണ്ടോട്ടി നേർച്ച ജനകീയ ഉത്സവമായി വളർന്നതിന്റെ പശ്ചാത്തലവും ചേർത്ത് വായിക്കാതെ ആശയ സംവാദത്തെക്കുറിച്ചുള്ള ചർച്ച നിരർത്ഥകമാണ്. അപ്പോ ആ കൊണ്ടോട്ടിയിലെ ഇവര് നടത്തിയ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇതൊക്കെ വലിയ സംഭവമാണെന്നാണ് ഇയാൾ വിശദീകരിക്കുന്നത്. ആയിക്കോട്ടെ, ഏതായാലും അങ്ങനെയുള്ള ചരിത്ര വസ്തുതകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൊണ്ടോട്ടിത്തങ്ങന്മാർക്കെതിരെയുള്ള മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ നിലപാട് നിരീക്ഷിക്കേണ്ടത്. അപ്പോ ആ ഒരു ചർച്ച വന്നപ്പോൾ കൊണ്ടോട്ടിയിലെ കള്ളത്വരീഖത്തിന്റെ വിദണ്ഡ വ്യാദങ്ങൾ പണ്ഡിതന്മാർ ചർച്ചക്കെടുത്തു, മശായിഖന്മാരും മൗലിയാക്കളും ചർച്ചക്കെടുത്തു. സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികളെ അവരിൽ നിന്നും അടർത്തി മാറ്റി അത്തരം കള്ളത്വരീഖത്തിലേക്ക് പോകാൻ പാടില്ല, അവർ കാഫിറുകളാണെന്ന തരത്തിൽ ശക്തമായ നിലപാടുകൾ വന്നു. മമ്പുറന്തങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചു. എന്തായിരുന്നു മമ്പുറന്തങ്ങളുടെ നിലപാട്? കൊണ്ടോട്ടിത്തങ്ങന്മാർ തീവ്ര ഷിയാക്കളായ റാഫിലി വിഭാഗത്തിൽപ്പെട്ട ബോറകളാണെന്ന് സയ്യിദ് അലവി തങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ ഇവരെ കുറിച്ച് പറഞ്ഞത്, ഏറ്റവും തീവ്രവാദികളായ ഷിയാക്കൾ അവരാണ് റാഫിലി വിഭാഗത്തിൽപ്പെട്ട ബോറകൾ, അവരാണ് ഈ കൊണ്ടോട്ടിക്കാര്. ഒരുപക്ഷെ കൊണ്ടോട്ടിത്തങ്ങന്മാർ ഷിയാക്കളാണെന്ന വാദം ആദ്യമായി മുന്നോട്ട് വെക്കുന്നത് ഈ പ്രസ്താവനയായിരിക്കാം, മമ്പുറന്തങ്ങളുടെ പ്രസ്താവനയായിരിക്കാമെന്ന്. അപ്പൊ ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ എന്നാണ് ആ പ്രസ്താവന നടത്തിയതെന്നറിയാമോ? ബഹുമാനപ്പെട്ടവര് നടത്തിയത് 13 റമദാൻ ഹിജറ 1256 നവംബർ 8 1840 ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങളുടെ ഈ ഫത്വ വരുന്നത്. ഇങ്ങനെ ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ അടക്കമുള്ള അക്കാലഘട്ടത്തിലുള്ള മുഴുവൻ മഹാന്മാരും ഇവരെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠനം നടത്തി ഇവരെ സംബന്ധിച്ച് നിലപാട് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ഷെയ്ഖ് ജിഫ്രി ഇവിടെ കൊണ്ടോട്ടിയിൽ വരികയും അന്നത്തെ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന വ്യക്തിയുമായി നേരിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിലുള്ള വിചിത്രവാദങ്ങളും അദ്ദേഹത്തിന്റെ പുത്തൻ വാദങ്ങളും അദ്ദേഹത്തിന്റെ വ്യാജ ത്വരീഖത്തും നേരിൽ കണ്ട് പഠിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടവർ തന്റെ കൻസുൽ വറാഹീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 308 പേജ് ബഹുമാനപ്പെട്ടവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇത്തരം വിചിത്രങ്ങളായ വാദങ്ങളുമായി കടന്നു വരുന്ന പുത്തൻവാദികളെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഒമിസിലുഹും അപ്രകാരം പോലത്തെ അവരെ പോലെ തന്നെയാണ് എന്നല്ല ബൽ അഅ്ലമു മിൻഹും അവരെക്കാൾ പിഴച്ച കക്ഷികളാണ് എന്ന് പറഞ്ഞിട്ട് ആര് അല്ലദീന ളഹറു ബി ആഖിറിൽ ഖർനി الثاني عشر ബിഅർളിൽ മലബാർ, മലബാറിലെ 12ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ കടന്നു വന്ന വിഭാഗം മിമ്മൻ അനിദ്ദീനിൽ ഹനീഫി ഇഫ്തഖറബഹും ഖൗമുൻ അതാഹും ഫി ആഖിറിൽ ഖർനിൽ മദ്കൂരി ഫഖീറുൻ, ആ കാലഘട്ടത്തിൽ ഒരു ഫഖീർ പ്രത്യക്ഷപ്പെട്ടു. വസ്തഹറ ബിഹാദൽ ഇഅ്തിഖാദി മിൻ ദൂനി നകീരിൻ, അങ്ങനെ ഇദ്ദേഹം ഇതുപോലുള്ള വിശ്വാസങ്ങളുമായി കടന്നു വന്നു. വഅഫ്സദ ബിതിൽകൽ ബിലാദി അയ്യ ഇഫ്സാദിൻ,
ആ നാട്ടിൽ വലിയ ദുരന്തമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്, വലിയ ഫസാദ് ഉണ്ടാക്കി. ബിലാ ഖഫാഇൻ അലാ റൂസിൽ അഷ്ഹാദ് വദാലിക ബിമുസാഅദതി ബഅദി ഉലമാഇഹാ വകുബറാഇഹാ മിൻ അഹ്ലി സർവതി വൽ ബഅസി. അത് അക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായി ഫത്വ പറയാനും അദ്ദേഹത്തിന് അനുകൂലമായി ചില ഗ്രന്ഥങ്ങൾ രചിക്കാനും ഒക്കെ അക്കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഈ അടുത്ത് കള്ളത്വരീഖത്തിന്റെ ഇവർക്ക് വേണ്ടി വക്കാനത്തിന് വരുന്ന കള്ളത്വരീഖത്തിന്റെ ഒരു കക്ഷി അദ്ദേഹം അക്കാലഘട്ടത്തിൽ ഇവർക്ക് അനുകൂലമായി എഴുതിയ ഒരു പുസ്തകം കാണിക്കുന്നുണ്ട്. ആ പുസ്തകത്തെ സംബന്ധിച്ച് ഞാൻ പിന്നീട് പരാമർശിക്കുന്നുണ്ട്. അതും ചരിത്ര ഗവേഷണ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായിരുന്നു. ഏത് കാലത്തുണ്ടാവുമല്ലോ. ഇപ്പോ ഈ ചർച്ച നടക്കുകയാണെങ്കിൽ ഇനി ഒരു 100 കൊല്ലത്തിന് ശേഷം നമ്മുടെ ഈ ചർച്ചയ്ക്ക് പരാമർശിക്കുമ്പോൾ ഇതുപോലെ തലപ്പാവ് കെട്ടി വെള്ള ഡ്രസ്സ് ധരിച്ചവരല്ലേ അപ്പുറത്ത് കള്ളത്വരീഖത്തിന്റെ ആളുകളായി വരുന്നത്. അവര് ഈ കള്ളത്വരീഖത്തിന് അനുകൂലമായി സംസാരിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തും. എന്ന് പറഞ്ഞാൽ എന്നും തെറ്റിന്റെ വഴിയിൽ അവരെ സഹായികളായി മറ്റു ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ഈമാനില്ലാത്തവരുണ്ടാകും. അത്തരക്കാരുടെ സഹായത്തോടുകൂടെയാണ് ഇവരുടെ പ്രവർത്തിച്ചിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ശൈഖ് ജിബ്രീ തങ്ങൾ പറയാം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫളല്ലു വഅളല്ലു ബിഹാ കസീറൻ മിനൻ നാസ് ബിമാ ലാ ഖഫാഅ ഫീ ദാലിക വലാ ഇൽബാസ്. അവര് സ്വയം പിഴച്ചു, അതിന്റെ പുറമെ ധാരാളം ആളുകളെ അത്തരക്കാര് പിഴപ്പിക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസത്തിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാരും മൗലിയാക്കളും പഠിപ്പിച്ച ശരിയായ ദീനി വിശ്വാസത്തിൽ നിന്നും ആചാരത്തിൽ നിന്നും ധാരാളം മുസ്ലിമീങ്ങളെ അടർത്തി മാറ്റി ധാരാളം ആളുകളെ പിഴപ്പിച്ചു. എന്തായിരുന്നു അവരുടെ പ്രശ്നം? ബഹുമാനപ്പെട്ട ശൈഖ് ജിബ്രീ തങ്ങൾ നേരിട്ട് കൊണ്ടോട്ടിയിൽ വന്ന് ഈ കള്ളത്വരീഖത്തിന്റെ വ്യാജ ശൈഖിനെ കണ്ട് ബോധ്യപ്പെട്ട ശേഷം ബഹുമാനപ്പെട്ടവർ എഴുതുകയാണ്. എങ്ങനെയാണ് അവർ ആളുകളെ വഞ്ചിച്ചത്? ഇത് ഖദ് അമറുൽ കുല്ല ബിതർക്കി സ്വലാത്തി വസ്വിയാമി വഅശാഉ ബിഅല്ലാ ഹജ്ജ മഅൽ ഖുദ്റതി ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. അവരെ എന്തായിരുന്നു പറഞ്ഞത്? ഈ കള്ളത്വരീഖത്തിലേക്ക് ചേർന്നാൽ പിന്നെ നിസ്കരിക്കേണ്ടതില്ല. ഈ അടുത്തല്ലേ ബീരാണ്ടി എന്ന് പറയുന്ന ഒരു ദജ്ജാല് കടന്നുപോയത് അല്ലേ? അവന്റെ വാദം എന്തായിരുന്നു? അവനും അവന്റെ കൂടെയുള്ളവർക്കും നിസ്കാരം നിർബന്ധമില്ല. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കിലേക്ക് ആ നാട്ടുകാരെ അവനെ സംബന്ധിച്ച് പരാതി പറഞ്ഞപ്പോ അവനെ ആട്ടി ഓടിക്കണമെന്നല്ലേ പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ നിലത്തിട്ട് ചവിട്ടുന്ന ആ മനുഷ്യനെയും അംഗീകരിച്ച് വലിയാണെന്ന് എഴുതി വെച്ചവരാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഈ കൊണ്ടോട്ടി ഷിയാക്കളെ അനുകൂലിച്ചുകൊണ്ടും അവർക്ക് സപ്പോർട്ടായും അവരെ വെള്ളപൂശാനും കടന്നു വരുന്നത്. എന്നാൽ ഇത് ഈ കൊണ്ടോട്ടി ത്വരീഖത്തിന്റെ ആളുകളും അന്ന് പറഞ്ഞിരുന്നതായിരുന്നു. അവരെ ജനങ്ങളെ പരമാവധി പിശാചിന്റെ വഴിയിലേക്ക് എത്തിക്കാനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. അതാണ് ശൈഖ് ജിബ്രീ തങ്ങളെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം എഴുതി വെക്കുകയാണ്, ഇത് ഖദ് അമറുൽ കുല്ല ബിതർക്കി സ്വലാത്തി വസ്വിയാമി. നിസ്കരിക്കണ്ട, നോമ്പെടുക്കണ്ട. ഇത് തന്നെയല്ലേ ഇന്നുള്ള കള്ളത്വരീഖത്തും പറയുന്നത് അല്ലേ? കുരുവട്ടൂര് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആ കള്ളത്വരീഖത്തും പറഞ്ഞില്ലേ, ഷെയ്ഖ് വെള്ളം തന്നാലും നോമ്പുകാരൻ ആ വെള്ളം റമദാനിന്റെ പകലിൽ കുടിച്ചാലും നോമ്പ് മുറിയൂല എന്ന് പറഞ്ഞില്ലേ? അതേ വാദം തന്നെയായിരുന്നു കൊണ്ടോട്ടിക്കാർക്കുണ്ടായിരുന്നത്. വസ്വിയാം, നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അശാഖു അവർ പ്രചരിപ്പിച്ചു ബിഅല്ലാ ഹജ്ജ മഅൽ ഖുദ്റതി ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. ഇസ്ലാം നിർദ്ദേശിച്ച ശേഷിയൊക്കെ ഉണ്ടെങ്കിലും ഹജ്ജിന് പോകൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അന്നൽ ബൈത വറബ്ബുഹു വറസൂലു വഹിസ്ബുഹു ഖദ് ജമഅഹും മഹല്ലൻ വാഹിദൻ വറജുലുൻ വാഹിദുൻ വദാലികൽ മഹല്ലുൽ ഫാസിദ് വറജുലു ഹുവൽ ഫഖീറുൽ മുആനിദ് ലില്ലാഹി ഫീമാ യഖൂൽ. എന്നിട്ട് എന്താ പറഞ്ഞത്? ആളുകളോട് പറഞ്ഞു, നിങ്ങളെ ഹജ്ജിനൊന്നും പോകണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി, നിങ്ങളെ ഈ ഷെയ്ഖായ വ്യാജ ഷെയ്ഖായ ഈ ഫഖീറിന്റെ അടുത്ത് വന്നാൽ മതി, അത് തന്നെയാണ് നിങ്ങളെ ഹജ്ജ് എന്ന് പറഞ്ഞു. എന്നിട്ട് ومخالف لما هو عن الرسول من قل ولذلك علق مساجد المسلمين وضرب بها من كان من الساجدين. അങ്ങനെ ധാരാളം ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കി. എന്നിട്ടോ വജ്തമഅത്തിൻ നിസാ ബിർരിജാൽ, സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഒരുമിച്ചുകൂടി. അങ്ങനെ ഇവരുടെ എല്ലാ തരത്തിലുള്ള തോന്നിവാസങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ശൈഖ് ജിബ്രീ ബഹുമാനപ്പെട്ടവർ വളരെ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായിരുന്നു ഇവരോട് പറഞ്ഞത്? വമല്ലാ യഅ്തഖിദു മാഹും ഫീഹി വലാ യത്ബഉഹും ഫീമാഹും അലൈഹി ഫഹുവൽ മഅദൂദു മിൻ അഹ്ലിന്നാർ. ഇവരുടെ ഈ തോന്നിവാസങ്ങൾ അംഗീകരിച്ച് കൊണ്ടോട്ടിയിലെ വ്യാജ ത്വരീഖത്തിൽ ചേർന്നിട്ടില്ലെങ്കിൽ അവർ നരകത്തിലാണെന്നായിരുന്നു അന്ന് ഇവർ പറഞ്ഞിരുന്നത്. വലു അബദല്ലാഹ തൂലൽ ലൈലി വന്നഹാർ. ഇവരെ അംഗീകരിക്കാതെ
രാത്രിയും പകലും അള്ളാഹുവിനെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയാലും ഈ കള്ളത്വരീഖത്തിനെ അംഗീകരിച്ചില്ലെങ്കിൽ അവർ നരകത്തിലാണെന്ന് പറഞ്ഞു. വസ്വാറ അംറുൻ ഹുവൽ മദ്റൂബു ലിസൈദിൻ ഫീഹിം യഫ്അലു മാ യശാ വയഹ്കുമു മാ യുരീദ് ബൽ ഖാല അൽ-അംറു മഅകൂസ് വൽ ഫിഅലു മൻകൂസ് വൽ മഖ്തൂഉ വാസിലുൻ വൽ ആലി സാഫിലുൻ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ധാരാളമായി വിശദീകരിച്ചു വരുന്നുണ്ട്. അപ്പൊ എന്താണ് സഹോദരങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങൾ ഇവരുടെ ഈ വാദങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിനു ശേഷം എഴുതിയതാണ്. ഈ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടെ കൊണ്ടുവന്ന ഈ വ്യാജവാദങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി തങ്ങൾ തന്റെ കൻസുൽ ബറാഹീനിൽ ഇവരെ സംബന്ധിച്ച് കൃത്യമായി എഴുതുന്നത്. ആ വിവരണം കൊണ്ടോട്ടി ചരിത്രം പഠിച്ച് ഗവേഷണം ചെയ്ത് രചിക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലും അത് കാണാനും കഴിഞ്ഞോ. ഈ വ്യാജന്മാരായ കൊണ്ടോട്ടിക്കാർ അവര് മുരീദന്മാരോട് ഷെയ്ഖിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ പണ്ഡിതന്മാർ എല്ലാവരും ഒറ്റ സ്വരത്തിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ പൂർത്തീകരിച്ചുകൊണ്ട് കടന്നു വന്നവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് ശരീഅത്തിൽ ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുന്നത് അംഗീകരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെ അതിശക്തമായ ഖണ്ഡനങ്ങളും പണ്ഡിത ഫത്വകളും വന്നു. ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങൾ ഇടപെട്ടു. ബഹുമാനപ്പെട്ടവർ ഈ കൊണ്ടോട്ടിക്കാരുടെ ഈ പ്രമാണവിരുദ്ധമായ നയനിലപാടുകൾക്കെതിരെ അതിശക്തമായി ബഹുമാനപ്പെട്ടവർ ഖണ്ഡിച്ചു. ബഹുമാനപ്പെട്ടവരുടെ ഖസീദ വന്നു. ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങളുടെ വെളിയങ്കോട് ഹസ്രത്ത് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുയുടെ ജീവചരിത്രവും കൃതികളും വെളിയങ്കോട് മഹല്ല് ജമാഅത്ത് കമ്മിറ്റി പുറത്തിറക്കിയ ഗ്രന്ഥമാണ്. ഇതിന്റെ 85-ാമത്തെ പേജിൽ കാണാം, ഹ്രസ്വകാലങ്ങൾക്കിടയിൽ മുഹമ്മദ് ഷാന്റെ പിൻഗാമികൾ ഉന്നത ജന്മിമാരായി വളർന്നു. അധികാരികളെ സ്വാധീനിച്ച് അവര് ധാരാളം പണവും പത്രാസൊക്കെ ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹത്തിന്റെ പിൻഗാമികളിൽ ഒരാളായിരുന്ന ഇഷ്തിയാഖ് ഷാഹിന്റെ കാലത്ത് മുരീദന്മാർ ഷെയ്ഖിന്റെ സന്നിധിയിൽ സുജൂദ് ചെയ്യുന്ന സമ്പ്രദായം നടപ്പിൽ വരുത്തി. ഷെയ്ഖിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. തൽഫലമായി മുഹമ്മദ് ഷാഹിനേക്കാളും മഫ്താ ഷാഹിനേക്കാളും കനത്ത എതിർപ്പുകളും കുഫർ ഫത്വകളും ഇഷ്തിയാഖ് ഷാഹും അനുയായികളും നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ആ സുജൂദ് ചെയ്യണമെന്ന വാദത്തെ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അതിശക്തമായി ഗണ്ണിച്ചു. ഇഷ്തിയാഖ് ഷാഹിന്റെ സുജൂദ് ചെയ്യിപ്പിച്ചു മുരീദാക്കുന്ന ഹീന സമ്പ്രദായത്തെ എതിർത്തുകൊണ്ട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സമകാലികരായ പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഫത്വകളും അറബി കവിതകളും എഴുതുകയും ചെയ്തു. ചരിത്രപുരുഷന്റെ ഗുരുനാഥന്മാരും സഹപ്രവർത്തകരും സതീർത്ഥ്യന്മാരും സഹകാരികളുമായിരുന്ന പണ്ഡിതന്മാരുടെ പേരുകൾ അടിയിൽ ചേർക്കുന്നു. അപ്പോൾ ഉമർ ഖാദി തങ്ങൾ മാത്രമല്ല, അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങളുടെ ഉസ്താദുമാരും കൂടെ പഠിച്ചവരും സുഹൃത്തുക്കളുമായ എല്ലാ പണ്ഡിതന്മാരും എതിർത്തു. ആരൊക്കെയാണത്? മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, മമ്പുറം തങ്ങൾ ഖദ്ദസല്ലാഹു സിറഉൽ അസീസ്, ബെയ്ത്താൻ മുഹമ്മദ് മുസ്ലിയാർ പയ്യനാട്, കരിമ്പനക്കൽ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, മൗലാന അഹമ്മദ് മഖ്ദൂം തങ്ങൾ, മൗലാന മുഹമ്മദ് ഹുസൈൻ തങ്ങൾ പാണക്കാട്, ഓടക്കൽ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഊരകം, മൗലാന സയ്യിദ് മുസ്ലിയാർ കാസർഗോഡ്, മർക്കാരകത്ത് അബുക്കോയ മുസ്ലിയാർ പരപ്പനങ്ങാടി, ചാലിലകത്ത് ഖുസയ്യി ഹാജി തിരൂരങ്ങാടി, മൗലാന പുറത്തിയിൽ മുഹമ്മദ് ഷെയ്ഖ് തങ്ങൾ കണ്ണൂർ, പൊന്നാനി പുതിയകത്ത് കമ്മുകുട്ടി മുസ്ലിയാർ, കോഴിക്കോട് ഖാസി മൗലാന മുഹിയുദ്ദീൻ മുസ്ലിയാർ, കോഴിക്കോട് ഹവാനി വീട്ടിൽ കുഞ്ഞാമുട്ടി മുസ്ലിയാർ, നാദാപുരത്ത് അഹമ്മദ് മുസ്ലിയാർ, ബെയ്ത്താൻ അഹമ്മദ് മുസ്ലിയാർ, തിരൂരങ്ങാടി ഖാസി പുതിയകത്ത് സൈനുദ്ദീൻ മുസ്ലിയാർ, തളങ്കരകത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി ധാരാളം മഹത്തുക്കളായ പണ്ഡിതന്മാർ. ഇവരൊക്കെ ആ കാലഘട്ടത്തിലെ വ്യാജന്മാരായ കൊണ്ടോട്ടിക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ ആ സുജൂദ് വാദം ഉന്നയിച്ച ഈ കൊണ്ടോട്ടി വ്യാജന്മാർക്കെതിരെ ഉമർ ഖാദി തങ്ങൾ ഖസീദ പറഞ്ഞു. ഹറാമുൻ സുജൂദുൽ ഖൽഖി ലിൽ ഖൽഖി യക്ഫുറു ബിഹി ബിർതിദാദിൻ ഫഹുവ ഫിദ്ദംബി യക്ഫുറു. അതെ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നത് ഹറാമാണ്.
ആ നിലക്ക് സുജൂദ് വേറെ ഒരു സൃഷ്ടിക്ക് മുമ്പിൽ ചെയ്താൽ, സൃഷ്ടാവിന്റെ മുമ്പിൽ മാത്രം അനുവദിക്കപ്പെട്ട സുജൂദ് വേറെ ഒരു സൃഷ്ടിക്ക് വേണ്ടി ചെയ്താൽ ബിഹി ബിർതിദാദിൻ ഫഹുവ ഫിദ്ദംബി യക്ഫുറൂ, അങ്ങനെ ഒരു സൃഷ്ടിക്ക് വേണ്ടി സുജൂദ് ചെയ്താൽ അവൻ കാഫിറായി പോകുന്നതാണ്. ഫനഖ്ലി അലൈഹി ബിർതിദാദിൻ വകുഫരിഹി ഫതസ്ദീഖു ഖൽബിൻ ലാ ഇലാ ദാക തൻദുറൂം. ഒരു സൃഷ്ടിയുടെ മുമ്പിൽ ഒരാൾ സുജൂദ് ചെയ്താൽ അവനത് ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടാണോ അല്ലേ എന്നതൊന്നും നമ്മൾ നോക്കൂല. നമ്മൾ ലോഹിർ അനുസരിച്ച് വിധി പറയും. അങ്ങനെ ഒരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കാഫിർ തന്നെയാണെന്ന് നമ്മൾ വിധി പറയും. فلو كان تصديق بقلب لما سجد إلى الخلق كالأصنام من كان يكفر. അവന് മനസ്സിൽ വിശ്വാസമില്ലെങ്കിൽ അതേ വിഗ്രഹാരാധകൻ വിഗ്രഹത്തിന് മുമ്പിൽ നമിക്കുന്നത് പോലെ ഒരു സൃഷ്ടിയുടെ മുമ്പിൽ പോയി കുനിഞ്ഞ് നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യുമായിരുന്നില്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വിശാലമായി മഹാനവറുകൾ കൃത്യമായിട്ട് അതിനെ ഗണ്ണിക്കുകയാണ്. സുജൂദുൻ ഹുവൽ മഖ്സൂസു ലില്ലാഹി ലാ ബിഹി ബിഹുക്മിൻ ബിമാ മിൻഹും ലനാ കാന യൽഹറൂ. സുജൂദ് എന്നത് അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അവിടെ ഒരു സൃഷ്ടിക്കും അത് അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഈ കൊണ്ടോട്ടിയിലെ കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ കൊണ്ടുവന്ന സുജൂദ് ഷെയ്ഖിന് ചെയ്യണമെന്ന ഏറ്റവും വൃത്തികെട്ട ഇസ്ലാമിൽ നിന്നും തന്നെയും പുറത്തു പോകുന്ന വാദത്തെ ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് ഗണ്ണിക്കുകയാണ്. ഈ ഗണ്ണനം അക്കാലഘട്ടത്തിൽ എല്ലാ പണ്ഡിതന്മാരും ചെയ്തു, എല്ലാ പണ്ഡിതന്മാരും അതിനെതിർത്തു. നോക്കൂ നിങ്ങൾ, ഇത് കൊണ്ടോട്ടിയിലെ ചരിത്രം വളരെ വ്യക്തമായി ആ ചരിത്രം രേഖപ്പെടുത്തിയ എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. ഞാൻ നേരത്തെ വായിച്ച മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന ഈ ഗവേഷണ ഗ്രന്ഥം ഇതിനെ സംബന്ധിച്ച് ഇവരുടെ സുജൂദ് വാദവും അതിനോട് പണ്ഡിതന്മാരുടെ പ്രതികരണവും കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. കൊണ്ടോട്ടി പൊന്നാനി കൈത്തർക്കം 318 പേജിൽ എന്താ പറയുന്നത്? കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷായുടെ നൂതനാശയങ്ങളെ നിശിതമായി വിമർശിച്ചിരുന്നവരിൽ പ്രധാനി അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്ന സയ്യിദ് ഷെയ്ഖ് ജിഫ്രി തങ്ങൾ കോഴിക്കോടായിരുന്നു. ജിഫ്രിയുടെ വിമർശനങ്ങൾക്ക് അക്കാലത്ത് തന്നെ മുഹമ്മദ് ഷായുടെ സന്തത സഹചാരിയും പണ്ഡിതനുമായിരുന്ന മുസ്ലിയാരകത്ത് അബ്ദുൽ അസീസ് മുസ്ലിയാർ തന്നെ ഗണ്ണനം എഴുതിയിരുന്നു. ഇതാണ് ഇന്ന് ഈ കൊണ്ടോട്ടിയിലെ കള്ളത്വരീഖത്തിന് വേണ്ടി വാദിച്ചു വരുന്ന കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ പറഞ്ഞത്. മഖ്ദൂമമാരുടെ കൂട്ടത്തിലും ഈ കൊണ്ടോട്ടി കള്ളത്വരീഖത്തിനെ അനുകൂലിച്ച് ഫത്വ ഉണ്ടായിരുന്നു, പണ്ഡിതന്മാർ കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് കാലത്താണെങ്കിലും പിഴച്ച കക്ഷികളുടെ കൂടെ എന്തെങ്കിലും കാര്യലാഭം ആഗ്രഹിച്ച് പിഴച്ചുപോയ ആളുകളുണ്ടാകും, പണ്ഡിത വേഷധാരികൾ. അവർക്ക് അനുകൂലമായി ഫത്വ നൽകും. അതാണ് ഈ ഗവേഷണ ഗ്രന്ഥം കൃത്യമായി പറയുന്നത്. എന്താണ്? മുഹമ്മദ് ഷായുടെ സന്തത സഹചാരിയും പണ്ഡിതനുമായിരുന്ന അപ്പൊ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന കള്ളത്വരീഖത്തിന്റെ ആളായിരുന്നു അദ്ദേഹം. ഇന്നും ചില കള്ളത്വരീഖത്തുകാർ അഹ്ലുസുന്ന വൽ ജമാഅത്തിനെതിരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർക്കെതിരെ തനിച്ച തോന്നിവാസം പറഞ്ഞ് നടക്കുന്നില്ലേ? അതെന്തുകൊണ്ടാ? അവർ പിഴച്ചുപോയി, പണ്ഡിത വേഷധാരികൾ. അതുപോലെ തന്നെ പിഴച്ചുപോയി അന്ന് ഈ കള്ളത്വരീഖത്തിൽ പെട്ട ആളായിരുന്നു മുസ്ലിയാരകത്ത് അബ്ദുൽ അസീസ് മുസ്ലിയാർ. അദ്ദേഹമാണ് അന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഷെയ്ഖ് ജിഫ്രി തങ്ങളടക്കമുള്ള പണ്ഡിതന്മാർക്കെതിരെ ഖണ്ഡനം പറഞ്ഞത്. അബ്ദുച്ചി മുസ്ലിയാർ എന്ന പേരിലത്രേ അദ്ദേഹം പരക്കെ അറിയപ്പെട്ടത്. ആര്? ഈ കള്ളത്വരീഖത്തിന്റെ കൂടെ കൂടിയാള്. ഇദ്ദേഹം മുഹമ്മദ് ഷായുടെ മൗലിദും മാലയും എഴുതി. ആര്? അയാളെ കള്ളത്വരീഖത്തിന്റെ ആളാണല്ലോ. അപ്പൊ അയാൾ ആ കള്ള ഷെയ്ഖിനെ കുറിച്ച് മൗലിദും മാലൊക്കെ എഴുതി. എന്നിട്ട് അദ്ദേഹം സയ്യിദ് ജിഫ്രിയെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഒരു അറബി കവിത ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖ് ജിഫ്രി അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട വലിയ മഹാനാണ്, മമ്പുറം തങ്ങളുടെ അമ്മാവനാണ്. ആ ജിഫ്രി തങ്ങൾ ഖദ്ദസല്ലാഹു സിറഉൽ അസീസ് തങ്ങളെ വിമർശിച്ചുകൊണ്ട് അന്ന് അറബി കവിത എഴുതിയിട്ടുണ്ട്. ആര്? ഈ മനുഷ്യൻ. ഇന്ന് കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സകല ആലിമീങ്ങളെയും ചീത്ത പറഞ്ഞ് നടക്കുന്നില്ലേ? അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. എക്കാലഘട്ടത്തിലും പിഴച്ചുപോയ കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ അങ്ങനെയാണ്. ഷെയ്ഖ് ജിഫ്രി തങ്ങൾക്കെതിരെ പോലും ഈ പിഴച്ച കക്ഷികൾ
വിമർശനം പറഞ്ഞിട്ടുണ്ട്. അറേബ്യയിലെയും കേരളത്തിലെയും തലയെടുപ്പുള്ള മതപണ്ഡിതന്മാർ പലരും കൊണ്ടോട്ടി ത്വരീഖത്തിനെ രൂക്ഷമായി എതിർത്തുകൊണ്ട് എഴുതിയ 100 കണക്കിലുള്ള ഫത്വകൾ. എത്ര? ഈ കൊണ്ടോട്ടിയിലെ കള്ളത്വരീഖത്തിനെ വിമർശിച്ചുകൊണ്ട് 100 കണക്കിനുള്ള ഫത്വകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഈ ഗ്രന്ഥം എഴുതിയ ആളുകൾ, ഇതിന്റെ ഗവേഷകർ പറയുകയാണ്. എന്താണ്? 100 കണക്കിന് ഫത്വകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കൊണ്ടോട്ടി പൊന്നാനി കൈതർക്കം അറബി മലയാള സാഹിത്യത്തിന്റെ വികാസ പരിമാണത്തിൽ വലിയ പങ്കുവഹിക്കുകയുണ്ടായി. അക്കൂട്ടത്തിൽ ഏറ്റവും പഴയത് പ്രസിദ്ധ പണ്ഡിതനായിരുന്ന പൊന്നാനി മഖ്ദൂം പുതിയ കത്ത് വലിയ ബാവ മുസ്ലിയാർ എഴുതിയ ബൃഹത്തായ ഗ്രന്ഥമാണ്. അതിന്റെ ഒരു കഴയത്ത് പ്രതി മാപ്പാട്ടുകര പോക്കർ മുസ്ലിയാരുടെ കൈവശമുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഫാറൂഖ് കോളേജ് ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്തു. ഇതൊക്കെ ചരിത്ര ഗവേഷണമാണ്. കൊണ്ടോട്ടി തങ്ങന്മാരെ സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾക്ക് ഗ്രന്ഥകാരൻ അനേകം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികൾ സഹിതം മറുപടി നൽകിയിട്ടുണ്ട്. എന്നിട്ട് ആ ഗ്രന്ഥത്തെ ഉദ്ധരിക്കുകയാണ്. ഗ്രന്ഥകാരൻ മുഖവുരയിൽ എഴുതുന്നു. എന്താണ്? മൂന്നാക്ക മഹല്ലിൽ മൂർക്കനാട് എടത്തൊടുകയിൽ കുഞ്ഞീതു എന്ന ഒരുത്തൻ മേൽപ്പടി ഫക്കീറിന്റെ തെറ്റിയ വഴികളിൽ പ്രവേശിച്ച് 19 സുആൽ എന്റെ കാക്ക കമ്മുട്ടി മുസ്ലിയാർ തങ്ങൾക്ക് എഴുതി അറിയിച്ചതിന് ഇസ്ലാം മാർഗം അറിയേണ്ടതിന് തക്കതായ ജവാബുകളെ തങ്ങൾ എഴുതി അറിയിച്ചിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ആ ജവാബുകളെ ഇസ്ലാം മാർഗത്തിൽ എത്തിയവരും പ്രമാണിക്കപ്പെട്ടതായ എന്ന് പറഞ്ഞാൽ പ്രാമാണികമായ പല മലയാളമാണ് ആയത്തെ ഹദീസുകളും അഹ്ലുസുന്നിയാക്കളായ ഉലമാക്കന്മാർക്കെതിരെ കിതാബുകളിലും മറ്റും ഉറപ്പായ തങ്ങൾ എഴുതിയതായി ഇരിക്കുമ്പോൾ ആയത്തിനെ അവർ പ്രമാണിക്കാതെ ഫക്കീറിന്റെയും മറ്റും ചില വിചാരത്തിന്മേൽ കമ്മുക്കുട്ടി മുസ്ലിയാർ തങ്ങളെ പേര് വെച്ച് ഒരു എഴുത്ത് രണ്ടാമതും എഴുതിയതായി കണ്ടു. അപ്പോ ഫക്കീറിന്റെ ആളുകള് യാതൊരു പ്രാമാണികതയും ഇല്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ കമ്മുക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു എന്നാണ് ആ ഗ്രന്ഥത്തിൽ പറയുന്നത്. എന്നിട്ട് എന്താണ്? വളരെ കൃത്യമായി അവിടെ അവരെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണ്. നോക്കൂ, കരിപ്പൂർ ചിറയിൽ സ്വദേശിയായിരുന്ന പുല്ലുതൊടിക കാട്ടിൽ ആലി മുസ്ലിയാരായിരുന്നു അക്കാലത്തെ കൊണ്ടോട്ടി തക്കിയയിലെ ഖാസി. അയാൾ കൊണ്ടോട്ടി തങ്ങന്മാർക്ക് സുജൂദ് ചെയ്യുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഫത്വ പ്രസിദ്ധീകരിച്ചു. കണ്ടോ? അപ്പൊ ഈ കള്ളത്ത് ഷെയ്ഖിന്റെ ആളുകളായിരുന്ന പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളുണ്ടായിരുന്നു. അതിൽ ഗ്രന്ഥകാരൻ എഴുതുന്നു, ഇബാദത്തിന്റെ സുജൂദ് വടച്ചതമ്പുരാനിക്ക് തനിച്ചതായിട്ട് ചെയ്യുന്നതായിരിക്കും. തഹിയ്യത്തിന്റെ സുജൂദ് വന്ദിക്കേണ്ട ആളുകൾക്ക് വന്ദന ചെയ്യുന്നത് ആയിരിക്കും. വിശേഷിച്ചും ഷെയ്ഖിനെ വന്ദിക്കുന്നത് പടച്ചവനെ വന്ദിക്കുന്നതല്ലാത്ത പടപ്പിനെ വന്ദന ചെയ്യുന്നതല്ല. അപ്പൊ നോക്ക്, എന്താണ്? ആ കൊണ്ടോട്ടി കള്ളശേഖന്മാർക്ക് സുജൂദ് ചെയ്യുന്നതിനെ ന്യായീകരിച്ചു വരികയാണ്. ഇബാദത്തിന്റെ സുജൂദ് അല്ലാഹു തആലാക്ക് മാത്രമേ ഉള്ളൂ. എന്നാൽ ഷെയ്ഖിന് ഞങ്ങൾ ചെയ്യുന്ന സുജൂദ് അത് ആദരവിന്റെ സുജൂദാണ്, അതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞു വന്നു. കൊണ്ടോട്ടി തക്കിയയിലെ മറ്റൊരു പണ്ഡിതനായിരുന്ന കോയാമുട്ടി മുസ്ലിയാരും കൊണ്ടോട്ടി ത്വരീഖത്തിനെയും ഷെയ്ഖിനുള്ള സുജൂദിനെയും ന്യായീകരിച്ചുകൊണ്ട് ചില ഫത്വകൾ എഴുതിയിരുന്നു. കണ്ടോ? അങ്ങനെയും ചില ആളുകളുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാഅത്ത് പള്ളിയിൽ വെച്ച് പൊന്നാനി കൊണ്ടോട്ടി വിവാദം നടന്നു. കൊണ്ടോട്ടി തങ്ങളുടെ പ്രതിനിധിയായി വാദിച്ച് മുസ്ലിയാരകത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. പൊന്നാനി വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് പ്രസിദ്ധനായ ഷുജായി മൈദ് മുസ്ലിയാരും. സൃഷ്ടിക്ക് മുമ്പിൽ ഒരു തരം സുജൂദും ചെയ്യരുതെന്ന്, അത് കുഫ്റാണെന്നും ഷുജായി വീറോടെ വാദിച്ചു. അക്കാര്യത്തിൽ അദ്ദേഹം തന്റെ ഷുജാഅത്ത് നിലനിർത്തി. അങ്ങനെ ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ഈ കള്ളത്വരീഖത്തിന്റെ ഇത്തരം വിചിത്രവാദങ്ങൾ വളരെ കൃത്യമായി ഗണ്ണിച്ചുകൊണ്ട് ഫത്വ പറയുകയും ആ ഫത്വ അടിസ്ഥാനമാക്കി മാത്രമല്ല അവർക്കെതിരെ പ്രാമാണികമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇത് ആ കാലഘട്ടത്തിലുള്ള എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിച്ച് വന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇക്കാലഘട്ടത്തിലും ആ ചരിത്ര വസ്തുതകളെ മുഴുവനും നിഷേധിച്ചുകൊണ്ട് ആ കള്ളത്വരീഖത്തിനെ വെള്ളപൂശാൻ ചിലർ വരുന്നുണ്ട്.
അത് യഥാർത്ഥത്തിൽ അവർ ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പണ്ഡിത സംഘടന വളരെ കൃത്യമായിട്ട് ഇവർക്കെതിരെ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. സമസ്തയുടെ പ്രമേയം നോക്കൂ. ചോറ്റൂർ കൈക്കാർ, കുരൂർ കൈക്കാർ, കൊണ്ടോട്ടി കൈക്കാർ, ഖാദിയാനികൾ, വഹാബികൾ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ സുന്ദരമായ വിശ്വാസ നടപടികളോട് കേവലം മാറാകുന്നതുകൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോടുള്ളതായ കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആധികാരിക പ്രമേയം പാസാക്കപ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ കൊണ്ടോട്ടിയിലെ വ്യാജ ത്വരീഖത്തിനെ സംബന്ധിച്ച് മഹാന്മാരായ ഔലിയാക്കളും പണ്ഡിതന്മാരും വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ വായിച്ച ഈ ഗ്രന്ഥം ഏതാണത്? ഹയാത്തുദ്ദീൻ വമമാത്തുൽ മആദിൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം ബഹുമാനപ്പെട്ട പൊന്നാനി പുത്തൻ വീട്ടിൽ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ ബഹുമാനപ്പെട്ടവര് തൻ്റെ ഗ്രന്ഥത്തിന്റെ 208 പേജിൽ ആ ഗ്രന്ഥം മുഴുവൻ ഈ കൊണ്ടോട്ടിയിലെ വ്യാജ ശൈഖന്മാരെ സംബന്ധിച്ചും അവരുടെ കള്ളത്വരീഖത്തിനെ സംബന്ധിച്ചുമാണ് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ പറയണം, ഈ ഷിയാക്കൾ ആരെ? കൊണ്ടോട്ടിയിലെ ഈ കള്ളത്വരീഖത്തിന്റെ കക്ഷികൾ കാഫിറാണെന്ന് ഫത്വ കൊടുത്ത അസ്സയ്യിദ് അഷ്ശൈഖ് ജിഫിരി തങ്ങൾ, അതുപോലെ അസ്സയ്യിദുൽ ഫാദിൽ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, അൽ ആരിമുൽ അല്ലാമ മമ്മിക്കുട്ടി ഖാദി തങ്ങൾ, വൽ ആരിമുൽ ഫഹാമ ഇബ്രാഹിം ബാജൂരി തങ്ങൾ, അങ്ങനെ തുടങ്ങി ഇവരൊക്കെ ഈ കൊണ്ടോട്ടിയിലെ ഇവർ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ കാഫിറുകളാണെന്ന് ഫത്വ നൽകിയതാണ് എന്ന് ആധികാരികമായ ചരിത്രരേഖയാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം. ഇനി നോക്കും, ബഹുമാനപ്പെട്ട കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാർ. ആരാണ് കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാർ? കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള ധാരാളം അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഈ ഗ്രന്ഥത്തിന് അംഗീകാരപത്രം നൽകിയിട്ടുണ്ട്. ഈ ഗ്രന്ഥം മുഴുവൻ വായിച്ചുകൊണ്ട് അംഗീകാരപത്രം വായിച്ചു. കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാർ ആരാണ്? കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാർ. കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാർ ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ കൈ പിടിച്ചുകൊണ്ട് ഉമർ ഖാദി തങ്ങളെ സമീപിച്ചു. ഉമർ ഖാദി ആ സമയത്ത് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമർ ഖാദി തങ്ങളോട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ഇൽമു കിട്ടാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉമർ ഖാദി തങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉരുള ചോറ് ആ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അല്ലാഹു തആല ഇതുപോലെ ഇൽമു തരട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിന്നീട് വലിയ പണ്ഡിതനായി വിശുദ്ധമായ ഹറമിൽ ദർസ് നടത്തിയ മുദരിസായി 10 വർഷം വിശുദ്ധമായ ഹറമിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ വലിയ മഹാപണ്ഡിതന്മാർ ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യന്മാരായിട്ടുണ്ട്. ഫത്വൽ മുഈന് വ്യാഖ്യാനമെഴുതിയ സയ്യിദുൽ ബക്കരി ബഹുമാനപ്പെട്ടവരുടെ കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യനാണ്. അതുപോലെ അക്കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദ് മഹാനായ അബ്ദുൽ ഹമീദ് ഷർവാനി റളിയല്ലാഹു അൻഹു, അഹമ്മദ് സൈനി ദഹ്ലാൻ, ഹിസ്ബുല്ലാഹിൽ മക്കി, അഹമ്മദ് റാഹിബുൽ മിസ്രി തുടങ്ങിയ വലിയ വലിയ മഹാപണ്ഡിതന്മാർ അക്കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ഉസ്താദാണ്. ആ കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാരാണ് ഈ ഗ്രന്ഥത്തിന് തൻ്റെ അംഗീകാരപത്രം കൊടുക്കുന്നത്. നോക്കൂ നിങ്ങളെ, ബുസ്താനുൽ ഫത്താവ ഹയാത്തുദ്ദീൻ എന്ന തർജുമ ഞങ്ങൾ വായിച്ചു അറിഞ്ഞു. ഈ വാക്യത്തിൽ സാരമായി നോക്കേണ്ട ഫഖീറും അവൻ്റെ പൂർവികന്മാരും മുരീദീങ്ങളും ശരീഅത്തോടും അഹ്ലുസുന്ന വൽ ജമാഅ ഇവരുടെ അഖീദകളോടും മാറായ ളലാലത്ത് ഉടയവരാകുന്നു. അതുകൊണ്ട് മുർത്തദ്ദീങ്ങൾ മടങ്ങിയിട്ടോ ശരിയായ മടക്കം മടങ്ങിയെന്ന് അറിയിക്കുന്നതുവരെയോ അവരുമായി യാതൊരു നിരക്കുമുള്ള കൂടിക്കയ്യലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെ എഴുതുകയാണ്. മഹാന്മാരെ മുൻകഴിഞ്ഞ ഉലമാക്കന്മാരും രാജ്യത്തുള്ള എല്ലാ പണ്ഡിതന്മാർ രാജ്യത്തെല്ലാം വെളിച്ചമായതാണ്. അതുകൊണ്ട് ഹയാത്തുദ്ദീൻ ഏറ്റവും പ്രാമാണികമായിട്ടുള്ളതാണെന്ന് നമുക്ക് അറിവാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ, ഈ ഗ്രന്ഥം വായിച്ച് ഈ കാണുന്ന കള്ളത്വരീഖത്തിനെതിരെ എഴുതിയ ഈ ഗ്രന്ഥം പ്രാമാണികമാണ്
എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. കതബഹു അഹ്മദ് ബിൻ മുഹിയുദ്ദീൻ അൽ കൂടഞ്ചേരി സല്ലമല്ലാഹു തആല മിൻ ആഫാത്തിദ്ദാറൈൻ. കോടഞ്ചേരി ഉസ്താദ് അവറുകൾ ഈ ഗ്രന്ഥം വായിച്ചതിന് അംഗീകാരപത്രം നൽകുകയാണ്. കഴിഞ്ഞില്ല, ഇതേ ഗ്രന്ഥത്തിന് അംഗീകാരം പത്രം എഴുതുന്ന മറ്റൊരാളാരാണ്? ബഹുമാനപ്പെട്ട കതബഹുൽ ഫഖീർ സയ്യിദ് ഹുസൈൻ ബിൻ മുഹമ്മദ് അലവി ബിൻ ഹുസൈൻ ഷിഹാബുദ്ദീൻ ബാലവി ഖാദി കാലിക്കൂത്ത് മുല്ലക്കോയ, കോഴിക്കോട് ഖാദിയായിരുന്ന മുല്ലക്കോയ തങ്ങൾ അതിന് അംഗീകാരം നൽകുകയാണ്. അങ്ങനെ തുടങ്ങി പുതിയ കത്ത് അബ്ദുൽ അസീസ് മുസ്ലിയാർ തങ്ങളുടെ മകൻ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ അതിന് അംഗീകാരപത്രം നൽകുകയാണ്. അങ്ങനെ തുടങ്ങി അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എല്ലാ പണ്ഡിതന്മാരും വളരെ വ്യക്തമായി ഈ ഗ്രന്ഥം വായിച്ച് അതിന് അംഗീകാരം നൽകുകയാണ്. ആ ഗ്രന്ഥത്തിലാണ് ഈ കള്ളത്വരീഖത്തിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഈ തരത്തിൽ കൊണ്ടോട്ടിയിലെ കള്ളത്വരീഖത്തിനെ സംബന്ധിച്ച് മഹത്തുക്കളായ ഔലിയാക്കളും ആരിഫീങ്ങളും വളരെ വ്യക്തമായി ഫത്വകൾ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഭാഗത്ത് നമുക്ക് സംസാരിക്കാനുള്ളത്, വിദേശ നാടുകളിൽ നിന്ന് ഈ കള്ളത്വരീഖത്തിനെതിരെ ഫത്വകൾ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള അസ്ഹർ ഷരീഫിലെ പണ്ഡിതന്മാർ, മക്കയിലെയും മദീനയിലെയും പണ്ഡിതന്മാർ, അങ്ങനെ തുടങ്ങി ധാരാളം പണ്ഡിതന്മാർ ഇവർക്കെതിരെ കൃത്യമായ ഫത്വകൾ നൽകി ഇവരുടെ വാദഗതികൾ ഗണ്ണിച്ച് സംസാരിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഭാഗത്ത് പറയണം. ഇതിൻ്റെയൊക്കെ പുറമെ ഈ ത്വരീഖത്തിനെ ന്യായീകരിച്ച് ഇപ്പോൾ കടന്നു വരുന്ന കള്ളത്വരീഖത്തുകാർ CM വലിയുല്ലാഹി തങ്ങൾ അവിടെ പോയി സിയാറത്ത് ചെയ്തിരുന്നു എന്ന് കള്ളം പറയുന്നുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ അവിടെ പോയിരുന്നു എന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് സംസാരിക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും എല്ലാ ഭാഗവും കേൾക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.